വിഷമിച്ചിരിക്കാനാണോ ഇഷ്ടം നിങ്ങൾക്ക്? എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാനാണോ? അതായത് ഹാപ്പി ആയിട്ടിരിക്കാനാണോ നമുക്കെല്ലാവർക്കും ഇഷ്ടം? പൊതുവേ എല്ലാവരും എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുവിധം വീട്ടിൽ ഇരിക്കുന്ന, അതായത് എന്നെപ്പോലെ ഇരുന്ന് മുഷിഞ്ഞിട്ടില്ല ഒരുപാട് പേരുണ്ടാവും. പഠിച്ചിട്ട് നമുക്ക് വേണ്ട ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ പറ്റാത്തതും പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടില്ല ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റും ഇന്നുണ്ട്. ഞാനും അതിലൊരു പെട്ട ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യുക, ഒരിക്കലും വെറുതെ ഇരുന്നിട്ടില്ല. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് ഇരുന്ന് പോവുകയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പം കല്യാണം കഴിഞ്ഞ ഒരു സമയത്ത് ആദ്യം തന്നെ ഇങ്ങനെ നമ്മളിപ്പം വീട്ടിൽ പെട്ടെന്ന് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വന്ന സമയത്ത് നമ്മളെ വീടൊക്കെ വിട്ട് വേറൊരു വീട്ടിലേക്ക് വരുമ്പോൾ ഒട്ടും നമുക്ക് അവിടെ ഒരു തൃപ്തിയാവില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പം നമ്മുടെ പഠിച്ച കാര്യങ്ങൾക്ക് നമുക്ക് തുടർന്ന് പഠിക്കാനോ, അത് ഒരു പക്ഷേ എല്ലാവർക്കും എന്നില്ല, പക്ഷേ ചില ആൾക്കാർക്കെങ്കിലും പഠിച്ച കാര്യങ്ങൾക്ക് തുടർന്ന് പഠിക്കാനോ അതോ അതിനെ സംബന്ധിച്ച് ജോലിക്ക് പോകാനോ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും പല സ്ത്രീകളും അനുഭവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഞാനും ഉണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് സിറ്റുവേഷൻസ് ഒന്നും കൊണ്ടല്ല ഞാൻ ജോലിക്ക് പോകാനൊന്നും, എനിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേറൊരു ജോലിക്ക് പോവുക, വീട് വിട്ട് പോവുക, ആ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് നാളങ്ങ് നീണ്ടുപോയപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നി, ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. അപ്പം ജോലി ചെയ്യാൻ വീട്ടിൽ നിന്ന് നമുക്ക് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പുറത്തു പോയി ജോലി ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണ് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് തിരിഞ്ഞത്. സ്റ്റിച്ചിങ് അങ്ങനെ എല്ലാവർക്കും സ്റ്റിച്ചിങ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പഠിച്ച ആൾക്കാർക്ക്, എൻ്റെ അടുത്ത് തന്നെ വരുന്ന ഒരുപാട് കസ്റ്റമറുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു തുണി പോലും വെട്ടി അടിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇഷ്ടം പാടില്ല. പക്ഷേ നമുക്കിതിനുള്ളിലൊരു പാഷനാണ് നമ്മളെ ഏതൊരു ജോലി ചെയ്യാനും പ്രാവർത്തികമാക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മടി കാണിക്കാതെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ചിലർക്ക് ടൈലറിങ് ആയിരിക്കാം, ചിലർക്ക് കേക്ക് മേക്കിംഗ് അതായത് ബേക്കിംഗ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് ചുറ്റും ഇന്നുണ്ട്. ഞാനും കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സെയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്താ പറയുക, കുട്ടികളൊക്കെ വെച്ചിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് ആ ഫീൽഡിൽ നിന്നും മാറ്റിപ്പിടിച്ച് സ്റ്റിച്ചിങ്ങിലേക്ക് കയറിയത്. പക്ഷേ കേക്ക് ബിസിനസ് നല്ലൊരു പ്രൊഫഷനായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ ഒരുപാട് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അത് ഇപ്പോഴും ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾക്ക് മക്കളൊക്കെ വെച്ചിട്ട് കിച്ചണൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി. ഇത് പിന്നെ ഒരു റൂമിൽ സ്റ്റിച്ചിങ് ആണെങ്കിൽ നമ്മൾ ഒരു റൂമിൽ ഒരു മെഷീൻ വെച്ചിട്ട് അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ആ റൂം ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടാൽ മതി. ആണെങ്കിലും വരുന്ന സമയത്ത് വൃത്തികേടായിട്ട് പുറത്തൊന്നും കാണില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ സ്റ്റിച്ചിങ്ങിനുണ്ട് കേട്ടോ. മറ്റേ കുക്കിങ്ങും ബേക്കിങ്ങും ഒക്കെ ആവുന്ന സമയത്ത് കോമൺ ഒരു ഏരിയ ആയിരിക്കുമല്ലോ, അത് എല്ലാവരും കാണും. അങ്ങനെ കുറച്ചൊരു ഇഷ്യൂസും ഉണ്ട്. എന്തായാലും നമ്മളൊരിക്കലും വെറുതെ ഇരിക്കരുത്. എന്ത് പഠിച്ചിട്ടുണ്ടോ, പഠിച്ച ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിച്ചേരുന്ന സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു പെൺകുട്ടികളും ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഞാൻ വീട്ടിലിരുന്ന് ഈ ഒരു കൊച്ചു കടയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പറ്റുന്നുള്ളത് ഷുവർ. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം, കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഓക്കേ.